അമേരിക്കക്ക് എല്ലാവരെയും ഭയമാണ്. ആ ഭയം തന്നെയാണ് അവരെ എന്നും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. തങ്ങൾ ഏത് നിമിഷവും ആക്രമിക്കപ്പെടുമോ എന്ന ഭയം അവരെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആയുധശേഖരമുള്ള രാജ്യമാക്കിയെന്ന് പറയാം. ഏത് നിമിഷവും അവർക്ക് നേരെ ഉണ്ടാകുമെന്ന് അവർ തന്നെ ഭയപ്പെടുന്ന ആക്രമണത്തെ പ്രതിരോധിക്കാനുള്ള ഒരുക്കത്തിലാണ് അമേരിക്ക എക്കാലവും. ഇപ്പോഴിതാ അത്തരം പ്രതിരോധത്തിലേക്ക് ഒരു ചുവട് കൂടി വെക്കുകയാണ് അമേരിക്ക. ഗോൾഡൻ ഡോം. അതാണ് ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിരോധ സംവിധാനത്തിന് അമേരിക്ക നൽകിയ പേര്. ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നുമുള്ള ഭീഷണികൾ തടയുകയെന്ന ലക്ഷ്യത്തോടെയാണ് ഗോൾഡൻ ഡോം എന്ന മിസൈൽ പ്രതിരോധ പരിപാടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്തും ചേർന്ന് പ്രഖ്യാപിച്ചത്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അമേരിക്കയിലേക്ക് ശത്രുരാജ്യങ്ങൾക്ക് ആക്രമണം നടത്തുക എളുപ്പമാകില്ലെന്നാണ് അമേരിക്കയുടെ തന്നെ അവകാശവാദം. ക്രൂസ് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, ഹൈപ്പർസോണിക് മിസൈലുകൾ, ഡ്രോണുകൾ എന്നിവയെ പ്രതിരോധിക്കാൻ സംവിധാനത്തിന് കഴിയുമെന്ന് പെന്റഗൺ മേധാവി പീറ്റ് ഹെഗ്സെത്ത് പറയുന്നു. ചൊവ്വാഴ്ച വൈറ്റ് ഹൗസിൽ സംസാരിച്ച ട്രംപ് ഹൈപ്പർസോണിക് മിസൈലുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, അഡ്വാൻസ്ഡ് ക്രൂയിസ് മിസൈലുകൾ എന്നിവ തകർക്കാൻ രൂപകൽപ്പന ചെയ്ത സിസ്റ്റത്തിന്റെ ഔദ്യോഗികമായി ആർക്കിടെക്ചർ തിരഞ്ഞെടുത്തതായി പറഞ്ഞു. ബഹിരാകാശത്ത് നിന്ന് ആയുധങ്ങൾ അയച്ചാൽ പോലും തടയാൻ കഴിയുന്നതാണ് ഗോൾഡൻ ഡോം സംവിധാനമെന്നാണ് ട്രംപ് പറയുന്നത്. ഗോൾഡൻ ഡോം സിസ്റ്റത്തിൽ ബഹിരാകാശാധിഷ്ഠിത സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ഉൾപ്പെടുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നു. പൂർണ്ണമായും നിർമ്മാണം പൂർത്തിയായി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വിക്ഷേപിച്ചാലും ബഹിരാകാശത്ത് നിന്ന് വിക്ഷേപിച്ചാലും ആ മിസൈലുകളെ ഗോൾഡൻ ഡോമിന് തടയാൻ കഴിയുമെന്ന് പറഞ്ഞ ട്രംപ് ലോകത്ത് ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും മികച്ച സംവിധാനം നമ്മുടേതാകുമെന്നും പ്രഖ്യാപിച്ചു. 3 വർഷത്തിനുള്ളിൽ പദ്ധതി നടപ്പിലാക്കാനാണ് ലക്ഷ്യമിടുന്നത്. $2,500 കോടി, അതായത് ശരാശരി 2.1 ലക്ഷം കോടി രൂപ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്ക് മാത്രമായി വേണ്ടിവരും. പദ്ധതിക്ക് $17,500 കോടി ആകെ ചെലവ് പ്രതീക്ഷിക്കുന്നത്. പ്രതിരോധ കവചം 2029 ജനുവരിയിൽ തൻ്റെ കാലാവധി അവസാനിക്കുമ്പോഴേക്കും പ്രവർത്തനക്ഷമമാകുമെന്ന് ട്രംപ് പറയുന്നു. മിസൈൽ പ്രതിരോധ സംവിധാനത്തെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വൈറ്റ് ഹൗസ് പുറത്തുവിട്ടിട്ടില്ല. പെന്റഗൺ ഇപ്പോഴും അതിൻ്റെ കഴിവുകളും ആവശ്യകതകളും പരിശോധിച്ചു കൊണ്ടിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. അടുത്ത 20 വർഷത്തിനുള്ളിൽ ഗോൾഡൻ ഡോമിന്റെ ബഹിരാകാശ ഘടകങ്ങൾക്ക് മാത്രം $542 ബില്യൺ വരെ ചെലവ് വരുമെന്ന് ഈ മാസം ആദ്യം കോൺഗ്രസ് ബജറ്റ് ഓഫീസ് കണക്കാക്കിയതായും റിപ്പോർട്ടുകളുണ്ട്. ട്രംപിന്റെ സൈനിക ആസൂത്രണത്തിന്റെ താക്കോലായി കണക്കാക്കപ്പെടുന്ന ഈ ശ്രമത്തിന്റെ മുഖ്യ പ്രോഗ്രാം മാനേജർ US ബഹിരാകാശ സേന ജനറൽ മൈക്കൽ ഗ്യൂറ്റിലിനായിരിക്കുമെന്നും ട്രംപ് വൈറ്റ് ഹൗസിൽ നടന്ന പത്രസമ്മേളനത്തിൽ പറഞ്ഞു. ഉത്തര കൊറിയ പോലുള്ള വിദേശ സൈന്യങ്ങൾ കൂടുതൽ സങ്കീർണമായി കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഒരു ബഹിരാകാശാധിഷ്ഠിത സംവിധാനം ഫലപ്രദമാക്കുന്നതിന് ഉയർന്ന എണ്ണം സെൻസറുകളും ഇന്റർസെപ്റ്ററുകളും ആവശ്യമാണെന്നും ട്രംപ് ചൂണ്ടിക്കാട്ടി. മിസൈലുകളിൽ നിന്നും റോക്കറ്റുകളിൽ നിന്നും സംരക്ഷിക്കുന്ന ഇസ്രായേലിന്റെ അയൺ ഡോം പ്രതിരോധ കവചത്തിൽ നിന്നാണ് ഗോൾഡൻ ഡോം എന്ന ആശയത്തിലേക്ക് അമേരിക്ക എത്തിയത്. എന്നാൽ ശക്തമെന്ന് അവകാശപ്പെടുന്ന അയൺ ഡോമിനെ ഹമാസും ഹൂതികളും പലതവണ കബളിപ്പിച്ചതാണ്. താരതമ്യേന ദുർബലരായ ഈ സായുധ സേനകളോടും അയൺ ഡോം അടിയറവ് പറയുമ്പോൾ അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട ഗോൾഡൻ ഡോം അമേരിക്കയെ എത്രത്തോളം രക്ഷിക്കുമെന്ന് കണ്ടു തന്നെ അറിയണം. കാരണം അമേരിക്കയുടെ ശത്രുക്കളുടെ പട്ടികയിലുള്ളത് ചൈന, റഷ്യ, ഉത്തര കൊറിയ പോലുള്ള വൻകിട രാജ്യങ്ങളാണ്. Waytonikah.com, the exclusive Muslim matrimonial site.